ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന ആഗ്രഹവുമായി അലഞ്ഞു നടക്കുന്നവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ ആരെങ്കിലും വാക്ക് കേട്ട് മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണോ നിങ്ങൾ? ഒരു ധാരണയില്ലാണ്ട് എല്ലാവരുടെയും വാക്ക് കേട്ട് മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് പറ്റാവുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താണെന്ന് അറിയാമോ? മ്യൂച്വൽ ഫണ്ട്സ് വാങ്ങാൻ മുമ്പ് എല്ലാവരും നമ്മളോട് പറയും ഡൈവേഴ്സിഫൈ ചെയ്യണം എന്ന്, അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? മ്യൂച്വൽ ഫണ്ട് വാങ്ങാൻ പോയി കഴിഞ്ഞാൽ ഒന്നാമത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ മ്യൂച്വൽ ഫണ്ട്, ഈ മ്യൂച്വൽ ഫണ്ട്, മറ്റേ മ്യൂച്വൽ ഫണ്ട്, പിന്നെ നമ്മുടെ ഏതോ ഫ്രണ്ടിന് നല്ല റിട്ടേൺസ് കൊടുത്തൊരു മ്യൂച്വൽ ഫണ്ട്, പിന്നെ യൂട്യൂബ് വീഡിയോസിലൊക്കെ പറഞ്ഞ ഏറ്റവും മികച്ച മ്യൂച്വൽ ഫണ്ട്സ്, ഇതൊക്കെ വാങ്ങി ഡൈവേഴ്സിഫൈ ചെയ്ത് നമ്മുടെ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ ഒരു മെസ്സായി കാണും. ഡൈവേഴ്സിഫൈ ചെയ്യേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. ദർ ഇസ് എ ബിഗ് ഡിഫറൻസ് ബിറ്റ്വീൻ ഡൈവേഴ്സിഫിക്കേഷൻ ആൻഡ് ഓവർ ഡൈവേഴ്സിഫിക്കേഷൻ. ഡയറക്റ്റ് സ്റ്റോക്ക് ഇൻവെസ്റ്റിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റിംഗ് ആയിക്കോട്ടെ, നമ്മുടെ പോർട്ട്ഫോളിയോ ഓവർ ഡൈവേഴ്സിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റിട്ടേൺസ് കുറയും. അത് പരമമായ സത്യമാണ്. പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ ഒരുപാട് അങ്ങനെ ഡൈവേഴ്സിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റിസ്ക് കുറയും എന്നാണ്. പക്ഷേ റിസ്ക് മാത്രമല്ല, നമ്മുടെ റിട്ടേൺസും കുറയും എന്നതാണ് സത്യം. അപ്പം എങ്ങനെയാണ് ഓവർ ഡൈവേഴ്സിഫൈ ചെയ്ത് തൊലഞ്ഞു പോയ നമ്മുടെ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ അടുക്കി പെറുക്കി നമുക്ക് മനോഹരമാക്കാം എന്നതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ബേസിക്കലി എങ്ങനെ നമുക്ക് നമ്മുടെ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ ട്രിം ചെയ്യാം, അതിലൂടെ ഈ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ ഓവർലാപ്പിംഗ് ഒഴിവാക്കുകയും അതുപോലെ തന്നെ എക്സ്പെൻസസും ചാർജസ് ഒക്കെ കുറച്ച് നമ്മുടെ റിട്ടേൺസ് കൂട്ടാനും ഇതെങ്ങനെ സഹായിക്കും എന്ന് നമുക്ക് നോക്കാം. അപ്പൊ റെഡി അല്ലേ? നമ്മുടെ അലമാരയൊക്കെ ഇങ്ങനെ അലങ്കോലമായിട്ട് കിടക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ആലോചിക്കില്ലേ, ഒരു ദിവസം ഇതൊക്കെ ഒന്ന് അടുക്കിപ്പെറുക്കി വെക്കണം, അല്ലേ? ആലോചിക്കൂല? അപ്പോട്ടെ അലമാര പറ്റില്ലെങ്കിലും വീട് ഇങ്ങനെ അലങ്കോലമായിട്ട് കിടക്കുമ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് ആലോചിക്കൂല ഒന്ന് വൃത്തിയാക്കണം. അതുപോലെ നമ്മുടെ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ ഒന്ന് വൃത്തിയാക്കുക. അപ്പം ഇന്ന് തന്നെ ഈ ആഴ്ച വീക്കെൻഡ് നമ്മുടെ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ നോക്കിയിട്ട് എങ്ങനെ ഇതിനെ വെട്ടിച്ചുരുക്കി ബെസ്റ്റ് പോർട്ട്ഫോളിയോ ആക്കാം എന്നത് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് മൂന്ന് കാര്യങ്ങളാണ്. ഈ 3 കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പോർട്ട്ഫോളിയോ ഏകദേശം ട്രിം ആവും. എന്തൊക്കെയാണത്? സോ നമ്പർ 1 സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിമൂവ് ദ സ്മോൾ കോൺട്രിബ്യൂട്ടേഴ്സ്. അതായത് നമ്മുടെ മൊത്തം പോർട്ട്ഫോളിയോയിൽ ഏറ്റവും കുറവ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് ഉണ്ടാവുമല്ലോ, അതിനെ നമുക്ക് കണ്ണും കൂട്ടി അങ്ങ് ഒഴിവാക്കാം. അപ്പൊ ആ ഒരു സ്മോൾ ഫണ്ട് ഇപ്പൊ ഒരു 50% റിട്ടേൺസ് തന്നാലും നമ്മുടെ ഓവറോൾ പോർട്ട്ഫോളിയോ റിട്ടേൺസ് അത് 2.5 എങ്ങനെയാവുള്ളൂ. ഐ വിൽ ഗിവ് യു ആൻ എക്സാമ്പിൾ. സി, നമ്മുടെ പ്രശ്നം എന്താണ്? നമ്മൾ ഈ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് നഷ്ടം പറ്റും, അയ്യോ ആ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് നഷ്ടം പറ്റും എന്ന് ആലോചിച്ച് ഒരു ഫോമോ കാരണം ഒരുപാട് ഫണ്ട്സ് ബിഗിനേഴ്സ് ഇങ്ങനെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ബട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഓവർ ഡൈവേഴ്സിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിക്കും നഷ്ടമാണ്, നമുക്ക് റിട്ടേൺസ് കുറയും ബേസിക്കലി. കാരണം മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന ഇൻവെസ്റ്റ്മെന്റ് പ്രൊഡക്റ്റ് തന്നെ ഓൾറെഡി ഡൈവേഴ്സിഫൈഡ് ചെയ്തൊരു സാധനമാണ്. അപ്പൊ നമ്മൾ ഒരുപാട് അങ്ങോട്ട് ഓവർ ഡൈവേഴ്സിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ കുറെ ഫണ്ട്സ് പോർട്ട്ഫോളിയോയിൽ ഉണ്ട്, ഏത് ഒഴിവാക്കണം എന്ന് ആലോചിച്ച് നിൽക്കുന്നവരുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മൊത്തം പോർട്ട്ഫോളിയോ നോക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ മൊത്തം പോർട്ട്ഫോളിയോ 100 രൂപയാന്ന് വിചാരിക്കുക. 100 രൂപയുടെ ഒരു പോർട്ട്ഫോളിയോ ആണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ അതിൽ കുറെ ഫണ്ട്സ് ഉണ്ട്. അപ്പൊ അതിലൊരു 5% താഴെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫണ്ട്സിനെ നമുക്ക് ഒഴിവാക്കാം. ഫോർ എക്സാമ്പിൾ, 100 രൂപയാണുള്ള മൊത്തം പോർട്ട്ഫോളിയോന്റെ വാല്യൂ. അപ്പോൾ ഒരു ഫണ്ട് അതിന്റെ വാല്യൂ 5 രൂപയാന്ന് വിചാരിക്കുക. അതാണ് 5% എന്ന് പറയുന്നത് എത്ര? 5 രൂപ. മൊത്തം 100 രൂപ പോർട്ട്ഫോളിയോയിൽ ഒരു ഫണ്ട്, ഏറ്റവും ചെറിയ കോൺട്രിബ്യൂട്ടർ എന്ന് പറയുന്ന ഈ ഫണ്ടിന്റെ ടോട്ടൽ വാല്യൂ 5 റുപ്പീസ് ആണ്. അപ്പൊ ഈ ഒരു ഫണ്ട് 50% റിട്ടേൺസ് തന്നു വിചാരിക്കുക. അപ്പൊ എത്രയാണ് അതിന്റെ റിട്ടേൺസ്? 5 എത്രയാവും? 5ന്റെ 50% എത്രയാണ്? 2.5 അല്ലെ? അപ്പൊ ഈ 5 രൂപ എന്താവും? 7.5 ആവും. ഓക്കെ, 50% റിട്ടേൺസ് ഈ ഫണ്ട് തന്നു. പക്ഷേ നമ്മുടെ ഓവറോൾ പോർട്ട്ഫോളിയോ നോക്കുവാണെങ്കിൽ ഓവറോൾ പോർട്ട്ഫോളിയോ എത്രയാണ്? 100 രൂപ. അപ്പൊ ഇപ്പൊ എത്രയാണ് റിട്ടേൺസ് കിട്ടിയത്? 2.5 റുപ്പീസ് അല്ലെ? അപ്പം ടോട്ടൽ പോർട്ട്ഫോളിയോന്റെ വാല്യൂ ഇപ്പൊ എത്രയായി? 102.5. അപ്പം എത്ര പെർസെന്റേജ് ആണിത്? 2.5% ഉള്ളൂ. അതായത് ആ ഒരു ഫണ്ട് 50% റിട്ടേൺസ് നമുക്ക് തന്നെങ്കിലും നമ്മുടെ ഓവറോൾ പോർട്ട്ഫോളിയോന്റെ പെർസെന്റേജ് എത്രയാണ് കൂടിയത്? വെറും 2.5% ആണ്. അപ്പൊ നമുക്ക് ഇത്തരം സ്മോൾ കോൺട്രിബ്യൂട്ടേഴ്സ്, നമ്മുടെ പോർട്ട്ഫോളിയോയിലുള്ള സ്മോൾ കോൺട്രിബ്യൂട്ടേഴ്സിനെ നമുക്ക് കണ്ണും കൂട്ടി അങ്ങ് ഒഴിവാക്കാം. പ്രൊവൈഡഡ് നമ്മൾ സെലക്ട് ചെയ്ത എല്ലാ ഫണ്ട്സും നല്ല ഫണ്ട്സ് ആയിരിക്കണം. ഞാൻ പറയുന്നത് നന്നായി പെർഫോം ചെയ്യുന്ന ഈ ഒരു ഫണ്ടേ ഉള്ളൂ എങ്കിൽ ഇതിനെ പിടിച്ച് മാറ്റണം എന്നല്ല. നമ്മൾ ഓൾറെഡി നല്ല ഫണ്ട്സ് ആണല്ലോ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. പക്ഷെ ഒരുപാടെണ്ണമായി, പക്ഷെ നമുക്ക് ഒഴിവാക്കണം, ഒഴിവാക്കിയേ പറ്റൂ. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പം ഇത്തരം സ്മോൾ കോൺട്രിബ്യൂട്ടേഴ്സിനെ നമുക്ക് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ നിന്ന് ഒഴിവാക്കാം. ഓൾറൈറ്റ്, അപ്പൊ തന്നെ ഡെഫിനറ്റ്ലി ഒരു മിനിമം 2 to 3 ഫണ്ട്സ് നമുക്ക് പറഞ്ഞു കിട്ടും. ഇനി നമ്പർ 2 എന്തായിരിക്കും? റിമൂവ് ദ അണ്ടർ പെർഫോമേഴ്സ്. അതായത് പെർഫോം ചെയ്യാത്ത മ്യൂച്വൽ ഫണ്ട്സിനെ അങ്ങോട്ട് ഒഴിവാക്കാം. ഇത് നമുക്കൊരു തമ്പ് റൂൾ പോലെ ഒരു മിനിമം 3 ഇയേഴ്സ് അല്ലെങ്കിൽ 2 to 3 ഇയേഴ്സ് എന്നുള്ള ഒരു ടൈം പീരീഡിൽ ഫണ്ട് പെർഫോം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ആ ഫണ്ട് അങ്ങോട്ട് ഒഴിവാക്കാം. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഈ പെർഫോമൻസ് നോക്കുക? നമ്മൾ ഈ പെർഫോമൻസിന്റെ ബെഞ്ച് മാർക്കുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. എല്ലാ ഫണ്ട്സിനും ഒരു ബെഞ്ച് മാർക്ക് ഉണ്ടാവും. നമ്മൾ നമ്മുടെ മ്യൂച്വൽ ഫണ്ട് വീഡിയോ സീരീസിൽ പഠിച്ച കാര്യമാണ്. അതേപോലെ അതിന്റെ കോമ്പറ്റീറ്റേഴ്സ്, ആ ഫണ്ടിന്റെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് നോക്കുകയാണെങ്കിലും ഇതിന്റെ പെർഫോമൻസ് വളരെ പുവർ ആണെങ്കിൽ നമുക്ക് അത്തരം ഫണ്ട്സിനെ ഡെഫിനറ്റ്ലി ഒഴിവാക്കാം. പക്ഷെ എന്ന് വെച്ച് നമ്മളൊരു സ്മോൾ ടൈം പീരീഡിൽ
ഓക്കെ, ഒരു 1 ഇയറിലൊന്നും നമ്മളൊരു ഡിസിഷൻ എടുക്കാൻ പാടില്ല. സച്ചിൻ ടെണ്ടുൽക്കർ ഒരു മാച്ചിൽ ഒരു റൺസും എടുക്കാണ്ട് ഔട്ടായി കഴിഞ്ഞാൽ നമ്മൾ സച്ചിൻ ടെണ്ടുൽക്കർ മോശമാണെന്ന് പറയോ നിങ്ങൾ? ഇല്ലല്ലോ. അതുപോലെ തന്നെ അപ്പോൾ ഈ ഫണ്ട് ഒരു 1 ഇയർ നന്നായി പെർഫോം ചെയ്യുന്ന ഒരു ഫണ്ട് 1 ഇയറിൽ പുവർ പെർഫോമൻസ് ആണെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യാം. മിനിമം 2 ഇയേഴ്സ് എങ്കിലും വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തിട്ട് പേഷ്യൻസ് വേണം. ഓക്കെ, 2 ഇയേഴ്സ് വെയിറ്റ് ചെയ്തിട്ട് പിന്നെയും പെർഫോമൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വി ക്യാൻ സ്റ്റോപ്പ് ഇറ്റ്. അപ്പോൾ റിമൂവ് ദ അണ്ടർ പെർഫോമൻസ്. ഓക്കെ, നമ്മൾ എല്ലാം നന്നാവുമെന്ന് വിചാരിക്കരുത്. നമ്മുടെ സെലക്ഷൻസ് തെറ്റ് പറ്റാം. ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത രീതിയിലായിരിക്കും ലൈഫ് തന്നെ നമ്മൾ വിചാരിച്ച രീതിയിലാണോ പോകുന്നത്. എപ്പോഴാണോ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ നിങ്ങൾ വിചാരിക്കുന്നത്? അപ്പം തെറ്റുകൾ പറ്റാം, അല്ലെങ്കിൽ നമ്മുടെ സെലക്ഷൻ തെറ്റാം. അതിലൊന്നും ദുഃഖിക്കേണ്ട ആവശ്യമില്ല. നന്നായി പഠിച്ച് സെലക്ട് ചെയ്ത ഒരു ഫണ്ട് പെർഫോം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിനെ മാറ്റുക എന്നുള്ളതാണ് പോർട്ട്ഫോളിയോയിൽ നിന്ന്. ഓക്കെ, അപ്പം ആ ഒരു സ്റ്റെപ്പ് നമ്മൾ എടുക്കുക. ഇനി മൂന്നാമത്തത് എന്തായിരിക്കും? പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരേ കാറ്റഗറിയിലുള്ള ഫണ്ട്സ് കുറെ ആഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ആക്സിസിന്റെ സ്മോൾ ക്യാപ്പ് വാങ്ങും, SBIന്റെ സ്മോൾ ക്യാപ്പ് ഫണ്ട് വാങ്ങും, വേറെ ഏതെങ്കിലും HDFCന്റെ സ്മോൾ ക്യാപ്പ് വാങ്ങും. ഇങ്ങനെ വാങ്ങുന്നതിന്റെ പ്രശ്നം എന്താ അറിയോ? അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ LGന്റെ ഒരു TV വാങ്ങുന്നു, സാംസങ്ങിന്റെ ഒരു TV വാങ്ങുന്നു, സോണിന്റെ ഒരു TV വാങ്ങുന്നു. എന്താണ് അവസ്ഥ? ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഒരേ കാറ്റഗറിയിലുള്ള ഫണ്ട്സിനെ ഒഴിവാക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു ഇൻഡെക്സ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ ലാർജ് ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇൻഡെക്സ് ഫണ്ട് ബേസിക്കലി ലാർജ് ക്യാപ്പ് ആണ്. അപ്പോൾ ഏതെങ്കിലും ഒന്നിൽ സ്റ്റിക്ക് ചെയ്യാം. ഇൻഡെക്സ് ഫണ്ട് പാസീവ് ഫണ്ട്, മറ്റേതിൽ ആക്റ്റീവ് ഫണ്ട്, അത്രേ ഡിഫറൻസ് ഉള്ളൂ. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് പാസീവ് ഫണ്ട് മതി എന്നിട്ട് ഇൻഡെക്സ് ഫണ്ടിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാം, ലാർജ് ക്യാപ്പിനെ അങ്ങോട്ട് ഒഴിവാക്കാം. ഓക്കെ, ആക്റ്റീവ് ഫണ്ടിനെ ഒഴിവാക്കാം. അതുപോലെ ചിലർ ലാർജ് ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ലാർജ് ആൻഡ് മിഡ് ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, പിന്നെ ഒരു മിഡ് ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ബേസിക്കലി അതിന്റെ ആവശ്യമുണ്ടോ? നമുക്ക് ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ് ഫണ്ടിൽ മാത്രമായിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ പോരെ? അപ്പൊ അങ്ങനെ നമുക്ക് നമ്മുടെ ഫണ്ട്സിന്റെ എണ്ണം കുറക്കാം. ബേസിക്കലി ശരിക്കും പറഞ്ഞാൽ ഒരു 5 to 6 ഫണ്ട്സിന്റെ ആവശ്യമേ നമുക്കുള്ളൂ. ഞാനൊക്കെ എൻ്റെ ഇനീഷ്യലി ഞാൻ ഒരുപാട് ഫണ്ട്സ് ആഡ് ചെയ്ത് അതിൽ നിന്ന് വലിയൊരു പാഠം, അതായത് ഓവർ ഡൈവേഴ്സിഫിക്കേഷൻ ശരിക്കും ഒരു അബദ്ധമാണെന്ന് മനസ്സിലാക്കി എൻ്റെ പോർട്ട്ഫോളിയോ വെട്ടിച്ചുരുക്കിയ വ്യക്തിയാണ് ഞാൻ. എൻ്റെ അനുഭവത്തിൽ നിന്നും കൂടിയാണ് ഞാൻ ഇത് പറയുന്നത്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഒരു 5 to 6 ഫണ്ട്സ് മാക്സിമം അതിന്റെ ആവശ്യമേ നമുക്കുള്ളൂ. അതിൽ തന്നെ നമ്മുടെ ഗോൾസ് ഒക്കെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. പ്രോപ്പർ ആയിട്ട് അസറ്റ് അലോക്കേഷൻ ചെയ്യണം, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതായത് നമ്മൾ ഡെറ്റിലും കൂടി കുറച്ച് പാർട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക, പിന്നെ കൃത്യമായിട്ടുള്ള ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യണം, അതാണ് ഇമ്പോർട്ടന്റ്. അപ്പം ഈ 3 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പോർട്ട്ഫോളിയോ ട്രിം ആയിട്ടുണ്ട്. ഇന്ന് തന്നെ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോയിൽ എത്ര ഫണ്ട്സ് ഉണ്ട് നോക്കുക, എന്നിട്ട് അനലൈസ് ചെയ്യാം. അപ്പൊ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? സ്റ്റെപ്പ് നമ്പർ 1, സ്മോൾ കോൺട്രിബ്യൂട്ടേഴ്സിനെ അങ്ങോട്ട് ഒഴിവാക്കാം. അപ്പം ഇങ്ങനെ ഒഴിവാക്കുമ്പോൾ ഉള്ള നമ്മൾക്ക് വേറൊരു പ്രശ്നമുണ്ട്. അയ്യോ, എനിക്ക് നഷ്ടം പറ്റിപ്പോകും. അതായത് ഒഴിവാക്കി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഒരു ഫോമോ, ലൈക്ക് എനിക്ക് എന്തോ മിസ് ചെയ്യുന്ന പോലെ, എനിക്ക് എന്തോ നഷ്ടം പറ്റുമോ? ഒരു നഷ്ടവും പറ്റൂല, പ്രൊവൈഡഡ് all the selected funds should be good. Okay, അങ്ങനെയാണെങ്കിൽ ലിറ്റിൽ കോൺട്രിബ്യൂട്ടേഴ്സ് നമുക്ക് ഒഴിവാക്കാം. ഇനി രണ്ടാമത്തത് അണ്ടർ പെർഫോമൻസിനെ ഒഴിവാക്കാം. അതായത് ഇത്രയും നിങ്ങൾ വെയിറ്റ് ചെയ്തു, ഇത് നന്നായി പെർഫോം ചെയ്യുന്നില്ല, 2-3 വർഷമായി നന്നായി പെർഫോം ചെയ്യുന്നില്ല, നന്നായി പെർഫോം ചെയ്യുന്ന ഫണ്ട്സ് ഉണ്ടല്ലോ, അതിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് തെറ്റുകൾ പറ്റാം, തെറ്റിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് മുന്നോട്ട് പോവുക. ഓക്കെ, ഡെഫിനറ്റ്ലി നമ്മൾ ഈ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യുന്നത് ലോങ് ടേമിലേക്കാണ്. നമ്മൾ എപ്പോഴും റിച്ച് മൈൻഡ് സെറ്റ് ഉണ്ടാവണം. റിച്ച് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴും ലോങ് ടേമിലാണ് ചിന്തിക്കേണ്ടത്. റിച്ച് മൈൻഡ് സെറ്റ്. ദ ടോപ്പ് 10 ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ മില്യനേഴ്സ് ആൻഡ് മിഡിൽ ക്ലാസ് എന്ന പുസ്തകത്തിൽ പറഞ്ഞ ചാപ്റ്റർ 1 പറഞ്ഞ ഏറ്റവും വലിയ പോയിന്റ് ആണ് റിച്ച് പീപ്പിൾ തിങ്ക് ലോങ് ടേം. ഓക്കെ, നമ്മൾക്ക് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ഉണ്ടാവേണ്ട, നമ്മൾ ലോങ് ടേമിലേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പം ലോങ് ടേമിലേക്ക് നമുക്കത് ബെനിഫിറ്റേ ചെയ്യുള്ളൂ. ഓക്കെ, ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരേ സ്കീമിലുള്ള ഫണ്ട്സിനെ അങ്ങോട്ട് ഒഴിവാക്കാം. വേണമെങ്കിൽ ഒരു മാക്സിമം 2 ഫണ്ട്സ് വരെ വേണമെങ്കിൽ ഒരു കാറ്റഗറിയിൽ വേണമെങ്കിൽ വെക്കാം, ബട്ട് അതിൽ കൂടുതൽ ഡെഫിനറ്റ്ലി വെക്കാൻ പാടില്ല. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ട്രിം ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എപ്പോഴും ഓർക്കുക, ഓവർ ഡൈവേഴ്സിഫിക്കേഷൻ ആക്ച്വലി റെഡ്യൂസസ് അവർ റിട്ടേൺസ്. അപ്പം പ്രോപ്പർ ഡൈവേഴ്സിഫിക്കേഷൻ ഓൾവേസ് മാറ്റേഴ്സ്. അത് മനസ്സിൽ വെച്ച് വേണം എപ്പോഴും പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാൻ. ഓൾറൈറ്റ്, അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വേറെ ടോപ്പിക് ആയിട്ട് വരാം. നിങ്ങളുടെ സംശയങ്ങളും എന്തെങ്കിലും ടോപ്പിക് സജഷൻസും ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ വീക്കെൻഡ് ഇരുന്ന് മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ ട്രിം ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഡൺ എന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വളരെയധികം സന്തോഷമാവും. ഓൾറൈറ്റ്, അപ്പം ടേക്ക് കെയർ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.